ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ മലയാളം ക്ലാസ് 4 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മലയാളം എഴുതിയെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എളുപ്പമുള്ള ഒരു പേപ്പറായിരുന്നു. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം സംഭാഷണം. അപ്പം നമ്മൾ ഇന്നലെ 2-3 പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ സംഭാഷണം വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു സംഭാഷണം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ അത്ഭുതമൈന ലൈലയുടെയും കുട്ടൻ്റെയും വീട്ടിലെത്തിയത് അവരുടെ സ്കൂളിലാകെ വലിയ വാർത്തയായി മാറി. ലൈലയും കുട്ടനും സ്കൂളിലെ താരങ്ങളായി. അടുത്ത ദിവസം സ്കൂളിലേക്കെത്തിയ ലൈലയോടും കുട്ടനോടും മൈനയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ കൂട്ടുകാർ കാത്തു നിൽക്കുകയായിരുന്നു. ലൈലയെ കണ്ടയുടനെ ഗോകുൽ ചോദിച്ചു, ലൈലെ, നിന്റെ വീട്ടിൽ എന്ത് അത്ഭുതമാണ് നടന്നത്? ലൈലയും ഗോകുലും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കാമോ? അപ്പം ഗോകുൽ ചോദിക്കുകയാണ്, ലൈലെ, നിന്റെ വീട്ടിൽ എന്ത് അത്ഭുതമാണ് നടന്നത്? അപ്പോൾ ലൈല പറയാണ്, ഒരു അത്ഭുതമൈന വന്നു. ഗോകുൽ, അത്ഭുതമൈനയോ? അതെ, മനുഷ്യരുടേതുപോലെ പാട്ട് പാടുന്ന മൈന. ഗോകുൽ, എന്നിട്ട് എന്ത് സംഭവിച്ചു? ആകാംക്ഷയാണല്ലേ ഗോകുലിന്. മൈന പാട്ട് പാടിയപ്പോൾ മാവ് പൂത്തു, പൂക്കൾ വിരിഞ്ഞു. ഗോകുൽ, വല്ലാത്ത അത്ഭുതം തന്നെ. അതെ, സ്നേഹത്തെക്കുറിച്ചാണ് മൈന പാടിയത്. സ്നേഹത്തെക്കുറിച്ചോ? അതെ, ലോകത്തെല്ലാറ്റിനെയും നാം സ്നേഹിക്കണം. അതെ, സ്നേഹത്തിന് മാത്രമേ പ്രകൃതിയെ സന്തോഷിപ്പിക്കാൻ കഴിയൂ എന്ന് മൈന പഠിപ്പിച്ചു. അതെ ഗോകുൽ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ എഴുതാം. അടുത്തത് ഫെബ്രുവരി 21 GLPS മന്ദാരക്കാവ് വലിയ ആഘോഷത്തിലായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം അന്നാണ് എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് സ്കൂളിലേക്കെത്തിയത്. ആ സന്തോഷത്തിൽ എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി. എന്തെല്ലാം വിഭവങ്ങൾ തയ്യാറാക്കുവാൻ അപ്പോൾ വിഭവങ്ങളായിരുന്നെന്നോ? സാമ്പാർ, അവിയൽ, പച്ചടി, പുളിശ്ശേരി, പായസം. സദ്യവട്ടത്തിലെ ഏതെല്ലാം വിഭവങ്ങൾ തയ്യാറാക്കുവാൻ നിങ്ങൾക്കറിയാം? അവ തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം? എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്? നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഭക്ഷ്യവിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കാമോ? ഇപ്പം ഞാനിവിടെ പുളിശ്ശേരിയുടേതാണ് എഴുതിയത്. അത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: മോര്, വെള്ളരിക്ക, ചെറിയുള്ളി, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, വറ്റൽ മുളക്, എണ്ണ, വെള്ളം, ഉപ്പ്. എങ്ങനെയാണ് തയ്യാറാക്കുന്ന വിധം നോക്കാം. വെള്ളരിക്ക തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് 1 കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ച് വേവിക്കുക. ഇതിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, ജീരകം ചേർത്ത് അരച്ച് ചേർക്കുക. ശേഷം മോര് ചേർത്ത് അല്പം നേരം ഇളക്കി തീ അണയ്ക്കുക. ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി കടുകും ഉലുവയും വറ്റൽ മുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക. ശേഷം അല്പം മുളക് പൊടി ചേർത്തിളക്കി പുളിശ്ശേരിയിൽ യോജിപ്പിക്കുക. അപ്പോൾ പുളിശ്ശേരിയുടേതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ. അടുത്തത് ആസ്വാദനക്കുറിപ്പ്. ഒരുപാട് ആസ്വാദനക്കുറിപ്പുകൾ എഴുതി നമ്മൾ ശീലിച്ചതാണ്. ഇത് സിമ്പിളാണ്. വെണ്ണക്കണ്ണൻ എന്ന കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അമ്മയും മകനും തമ്മിലുള്ള സ്നേഹവും മകൻ്റെ കുസൃതികളുമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന കവിതാഭാഗം വായിച്ചു നോക്കൂ. അമ്മയ്ക്കെന്തൊരു ഭംഗി, എന്നും കാലത്തമ്മേ അമ്മയ്ക്കെന്തൊരു മേളം, അച്ഛനു കാപ്പിയൊരുക്കാൻ, കൊച്ചനിയത്തിയെ നോക്കാൻ, ചോറും കറിയും വയ്ക്കാൻ, 100 തിരക്കുകൾ തീർക്കാൻ, കുഞ്ഞിനു പാല് കൊടുക്കാൻ, എന്നെയൊരുക്കി അയക്കാൻ, എന്തു തിടുക്കം ബഹളം, എന്തൊരടുക്കള മേളം, ഒന്നു കുളിക്കാൻ പോലും അമ്മയ്ക്കില്ല നേരം, എങ്കിലും അമ്മേ സഞ്ചിയുമായി ഞാൻ പോകെ, എന്നുടെ നെറ്റിയിൽ ഉമ്മ തരുന്നോ ഒരമ്മയ്ക്കെന്തൊരു ഭംഗി. അപ്പോൾ വാഴത്തേൻ സുഗതകുമാരി ടീച്ചറുടെ കവിതയാണ്. ചന്തം എന്ന പദത്തിനു പകരം കവിതാഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്ന പദമേത്? ഭംഗി. അടുത്തത് അമ്മയ്ക്കെന്തൊരു ഭംഗി എന്ന കവിത വായിച്ചല്ലോ, ഇഷ്ടമായില്ലേ? ആസ്വാദനക്കുറിപ്പ് എഴുതൂ. കേരളത്തിലെ കലാസാംസ്കാരിക പാരിസ്ഥിതിക മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന കവയിത്രിയാണ് സുഗതകുമാരി ടീച്ചർ. പ്രകൃതിയോടുള്ള മനുഷ്യരുടെ ക്രൂരതയും സ്ത്രീകളോടുള്ള
തെറ്റായ കാഴ്ചപ്പാടുകൾക്കെതിരെയും അവർ തൻ്റെ ശബ്ദമുയർത്തി. അമ്മ എന്ന സ്ത്രീയുടെ ഉത്തരവാദിത്തങ്ങളാണ് കവയിത്രി വാഴത്തേൻ എന്ന കവിതയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന അമ്മ അച്ഛന് കാപ്പിയെടുക്കുന്നു, കൊച്ചനിയത്തിയെ നോക്കുന്നു, ചോറും കറിയും വെക്കുന്നു തുടങ്ങി 100 കൂട്ടം തിരക്കുകളാണ് അമ്മയ്ക്കെന്ന് കുട്ടി പറയുന്നു. ഒരു കുട്ടിയുടെ ശബ്ദത്തിലൂടെയാണ് കവിത മുന്നോട്ട് പോകുന്നത്. കുട്ടിയെ ഒരുക്കാനും കുഞ്ഞിന് പാല് കൊടുക്കാനുമെല്ലാം അമ്മ തിടുക്കം കൂട്ടുന്നു. അതിനിടയിൽ ഒന്ന് കുളിക്കാൻ പോലും അമ്മ മറക്കുന്നു. എങ്കിലും സഞ്ചി എടുത്ത് പോകുന്ന എനിക്ക് ഉമ്മ നൽകുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു ഭംഗിയാണെന്ന് കുട്ടി പറയുന്നു. ഈ കവിത എനിക്ക് വളരെ ഇഷ്ടമായി. അമ്മയുടെ ജീവിതം വരച്ചു കാട്ടുന്ന കവിതയാണിത്. ഇനി ഒരുപാട് എഴുതാം, പക്ഷെ അത്ര സ്പേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചുരുക്കി എഴുതാം. അടുത്തത് വരുന്നത് 4-മത്തത് വായിക്കാം എഴുതാം. ഞാവൽക്കാടിന് തീ വെച്ചതിൽ പ്രതിഷേധിച്ച് മൃഗരാജൻ്റെ നേതൃത്വത്തിൽ കാട്ടിൽ യോഗം ചേർന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈ വിവരം വനശബ്ദം പത്രത്തിൽ വാർത്തയായി വന്നത് നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ നമ്മൾ അന്ന് പത്രവാർത്തയൊക്കെ തയ്യാറാക്കിയതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഞാവൽക്കാട്ടിൽ പ്രതിഷേധമിരമ്പി. വടക്കൻമല ഞാവൽക്കാടിന് തീ വെച്ചതിൽ പ്രതിഷേധിച്ച് മൃഗരാജൻ്റെ നേതൃത്വത്തിൽ ഞാവൽക്കാട്ടിൽ യോഗം നടന്നു. യോഗത്തിൽ പങ്കെടുത്ത ആന, കാട്ടുപോത്ത്, മുയൽ, എലി, കടുവ, മാൻ, ഗരുഡമ്മാവൻ എന്നിവർ പ്രതിഷേധമറിയിച്ചു. മനുഷ്യർ കാട് നശിപ്പിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ബോധവൽക്കരണത്തിന് പോസ്റ്ററുകൾ തയ്യാറാക്കുന്നതിനായി വിട്ടു ആനയെ ചുമതലപ്പെടുത്തി. മനുഷ്യരെ പേടിപ്പിച്ചോടിക്കാൻ ബാലുക്കടുവയെയും വിവരങ്ങൾ സിംഹരാജനെ തത്സമയം അറിയിക്കാൻ ഗരുഡമ്മാവനെയും ഏൽപ്പിച്ചു. മനുഷ്യരുടെ അതിക്രമങ്ങൾ കാടിനെ നശിപ്പിക്കുമെന്നും ജീവജാലങ്ങൾക്കെല്ലാം ഭൂമിയിൽ അവകാശമുണ്ടെന്നും കാട് ഒരു ജീവലോകമാണെന്നും മൃഗരാജൻ ഏവരെയും ബോധ്യപ്പെടുത്തി. വനം എന്ന വാക്കിന് പകരമായി വാർത്തയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? കാട്. കാട് എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാട്ടിലെ വിവരങ്ങൾ തത്സമയം മൃഗരാജനെ അറിയിക്കാൻ ഗരുഡമ്മാവനെ നിയോഗിച്ചത് എന്തുകൊണ്ടാവും? ഗരുഡമ്മാവന് പ്രായമുള്ളതിനാൽ ഗരുഡമ്മാവൻ ഉയരത്തിൽ പറന്ന് താഴെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുന്നതിന് അതാണ് വരുന്നത്. ഗരുഡമ്മാവൻ ഉയരത്തിൽ പറന്ന് താഴെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയുന്നതിനാലാണ് നിയമിച്ചിട്ടുണ്ടാവുക. വനസംരക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ മിട്ടുആന ചെയ്തത് എന്താണ്? അപ്പോൾ പോസ്റ്ററുകൾ തയ്യാറാക്കിയതാണ് മിട്ടുആന ചെയ്തത്. പ്രതിഷേധം അറിയിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എതിർപ്പറിയിച്ചു എന്നുള്ള കാര്യമാണ്. ഈ വാർത്തയ്ക്ക് അനുയോജ്യമായ മറ്റൊരു തലക്കെട്ട്: ഞാവൽക്കാട് സംരക്ഷിക്കാൻ മൃഗങ്ങൾ ഒത്തുകൂടി. നിങ്ങൾക്കിഷ്ടമുള്ള തലക്കെട്ട് കൊടുക്കാം. അടുത്ത പ്രവർത്തനം നോക്കൂ കൂട്ടരെ. പ്രവർത്തനക്കാർഡ് 5 വിവരണം. അച്ഛാ, എത്ര കാലമായി ഒരു ഉത്സവം കണ്ടിട്ട്? ഇന്നത്തെ ഉത്സവത്തിന് പോയാലോ? ഓമന അച്ഛനോട് ചോദിച്ചു. ശരി, വേഗം തയ്യാറാവൂ. അച്ഛൻ അവളെയും കൂട്ടി ഉത്സവപ്പറമ്പിലെത്തി. ഹായ്, ബലൂണുകൾ, കളിപ്പാട്ടങ്ങൾ, നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാർ, വാദ്യാഘോഷങ്ങൾ. അവൾ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അപ്പോൾ വാദ്യഘോഷങ്ങളുണ്ട്, നെറ്റിപ്പട്ടം കെട്ടിയ ആനകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓമന കണ്ട കാഴ്ചകൾ എന്തെല്ലാം ആയിരിക്കും? നോക്കൂ, നിറയെ തോരണങ്ങൾ കെട്ടി അലങ്കരിച്ച ഉത്സവപ്പറമ്പ്. പല നിറത്തിലുള്ള ബലൂണുകളുമായി പറമ്പിലൂടെ നടക്കുന്ന കച്ചവടക്കാർ, പൊരിക്കച്ചവടക്കാർ, ഐസ്ക്രീം വിൽപ്പനക്കാർ തുടങ്ങിയവർ. പിന്നെ ഉത്സവപ്പറമ്പിൻ്റെ അരികിലൂടെ വളകളും പുത്തൻ ഉടുപ്പുകളും വിൽക്കുന്ന സ്ത്രീകൾ, കൈനോട്ടക്കാർ. പിന്നീട് നെറ്റിപ്പട്ടം കിട്ടിയ ആനകൾ, സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന വിവിധ തരം പരിപാടികൾ, വായുവിലൂടെ ഉയർന്നു പൊങ്ങുന്ന വിവിധ തരത്തിലും നിറത്തിലുമുള്ള ബലൂണുകളും മുത്തുക്കുടകളും തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടങ്ങളും തുടങ്ങി നിരവധി കാഴ്ചകൾ ഓമന കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നാളത്തെ മാത്സിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയുടെ താഴെ കമൻറ്റ്സ് അറിയിക്കാനും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.